എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് കുറച്ച് സാരികളുടെ കളക്ഷനുകൾ കാണാം. ഫസ്റ്റ് വരുന്ന സാരി ഒരു റാണി പിങ്ക് എന്നും പറയാൻ പറ്റില്ല, റെഡിഷ് മെറൂൺ എന്നും പറയാൻ പറ്റില്ല. അതിന്റെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് ആണ്. കുറഞ്ഞ വിചിത്രയല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള വിചിത്രയിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിൽ ഓൾ ഓവർ ബോഡി ഇതുപോലെ ഡയഗണൽ ആയിട്ട് ഒരു ഗോൾഡൻ പ്രിന്റ് ആണ് പോയിരിക്കുന്നത്. ഇത് വീവ് അല്ലാട്ടോ, പ്രിന്റ് ആണ്, മെഷീൻ പ്രിന്റ് ആണ്. അപ്പം ഫുൾ ബോഡി ഇത് റണ്ണിങ്ങിലാണ് ഈ സാരി. ഈ സാരിക്ക് വിത്തൗട്ട് ബ്ലൗസ് ആണ്. ഇതിന്റെ പല്ലും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓൾ ഓവർ ബോഡി ഇതുപോലെയാണ് പോയിരിക്കുന്നത്. പല്ലും ഇതുപോലെ തന്നെ. ഇതിൽ ബ്ലൗസ് പീസ് ഇല്ല. അപ്പൊ ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇത് നമുക്കൊരു കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ കുറച്ച് കുട്ടികൾക്ക്, യൂത്ത് കുട്ടികളൊക്കെ ഒരേപോലെയൊക്കെ ഉടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരികളാണ്. ഇത് നമുക്ക് തന്നെ ഹാൻഡ് വാഷ് ചെയ്യാം. പിന്നെ ആദ്യത്തെ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞിട്ട് ആരും ഓടിപ്പോയി ഹാൻഡ് വാഷ് ചെയ്യില്ലല്ലോ. നമ്മളൊരു 3-4 ഉടുക്കലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടല്ലേ വാഷ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഈ ഷെയ്ഡൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുഖത്തിന് നല്ല പ്രകാശം തരുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760. ഇനി നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു മുന്തിരി കളർ, നല്ലൊരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. സ്പെസിഫിക്കേഷൻ എല്ലാം സെയിം തന്നെ. ഇതുപോലെയുള്ള ഡയഗണൽ പാറ്റേണിലുള്ള ഒരു ഗോൾഡന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. അത് മെഷീൻ പ്രിന്റ് ആണ്, ഇത് വീവ് അല്ല. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല. റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു കരിഞ്ഞ കാപ്പിപ്പൊടി ഷെയ്ഡിൽ ഇതുപോലത്തെ ഗോൾഡന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ബോഡിയിൽ ഫുൾ ആയിട്ട് ഇതുപോലെ ഒരു ഡയഗണൽ പാറ്റേണിലാണ്. ഇത് റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇതിന് പ്രത്യേകിച്ച് പല്ലു ഇല്ല. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ പല്ലു. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇനിയും ഇതിന് ബ്ലൗസ് പീസ് ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറയരുത്. ഇതിന് ബ്ലൗസ് പീസ് ഇല്ല, സാരി മാത്രമാണ്. ഇത് വിചിത്രയിൽ വന്നിരിക്കുന്നതാണ്, കൂടിയ വിചിത്രയിൽ വന്നിരിക്കുന്ന സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ട്രാൻസ്പെറന്റ് അല്ല. ഒരു 10% എങ്ങാനാണ് അത് സീത്രൂ എന്ന് പറയാൻ പറ്റുള്ളൂ. 90% ഇത് ട്രാൻസ്പെറന്റ് അല്ല. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത്. നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നില്ലേ ഭംഗിയുണ്ടെന്ന്? നല്ലൊരു കരിം പച്ചയില് ഗോൾഡന്റെ പ്രിന്റുകളാണ് പോയിരിക്കുന്നത്. ഇതൊക്കെ മെഷീൻ പ്രിന്റ് ആണ്. ഇതുപോലെ ഇത് റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്. പ്രത്യേകിച്ച് പല്ലു എന്ന് പറയാനില്ല. ഇതുപോലെ തന്നെയാണ് പല്ലു. വിത്തൗട്ട് ബ്ലൗസ് പീസ് ആണ് ഈ സാരികൾ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760, 760. ഈ സാരി വന്നിരിക്കുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡില് ഇതുപോലെ തന്നെ ഡയഗണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗോൾഡന്റെ പ്രിന്റുകളാണ്. ഇത് മെഷീൻ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. വീവ് അല്ല കേട്ടോ, ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഇത് വീവ് അല്ല, ഇത് മെഷീൻ പ്രിന്റ് ആണ്. ഇത് റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇത് വിത്തൗട്ട് ബ്ലൗസ് പീസ് ആണ്. അപ്പം ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ഇതിന്റെ പല്ലു വന്നിരിക്കുന്നതും ഇതുപോലെ തന്നെ റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന പല്ലു. ഉടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760, 760. നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇങ്ങനത്തെ സാരികള് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഒരുപാട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് ഈ ബ്രാസോ സാരികൾ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ ഈ സാരികൾ കാണിച്ചപ്പോ ആരൊക്കെയോ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടില്ല. 2 പീസാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോ അത് കിട്ടിയത് ഞാൻ കൊണ്ടുവന്നു എന്ന് മാത്രം. എന്നോട് ചോദിച്ചവര് ഇത് കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു കാപ്പിപ്പൊടി കളറില് ഇങ്ങനത്തെ ഒരു വലിയ വലിയ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ ബോഡി ഇത് ഒരുപോലെയാണ്, ബോർഡർലെസ് സാരിയാണ്. ഇതിന്റെ പല്ലു അത് റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന പല്ലുവാണ്. ഇതുമത് ഇതുപോലെ കുഞ്ചലങ്ങൾ ഉണ്ട്, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കളയാം. ഈ സാരി ട്രാൻസ്പെറന്റ് ആണ്. ഈ ഫ്ലവറുകൾ ഉള്ള സ്ഥലം മാത്രമാണ് ഇത് ട്രാൻസ്പെറന്റ് അല്ലാത്തതുള്ളൂ. അല്ലാതെ ഉള്ള ബാക്കിയുള്ള പോർഷൻ എല്ലാം ഇത് ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ നല്ല ഭംഗിയുള്ള സാരിയാണ്, ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഇപ്പൊ നല്ല ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1450. ഇത് വിത്തൗട്ട് ബ്ലൗസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ബ്രാസോയിൽ തന്നെ വേറൊരു ഷെയ്ഡ് കൂടി ഉണ്ട്, അത് കാണാം. നെക്സ്റ്റ് സാരി വന്നിരിക്കുന്നത് ഒരു മൗ ഷെയ്ഡിലാണ്. ഇതില് പ്രിന്റുകളൊക്കെ കുറച്ചുകൂടി അടുത്തടുത്തുള്ള പ്രിന്റുകളാണ്. ഒരു
ഇതിലത്തെ പ്രിന്റുകൾ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗണിന്റെ ഷെയ്ഡ് ഉണ്ട്, മഡ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും, അങ്ങനെ വള്ളിയും പുള്ളിയും ഫ്ലവറും ഒക്കെ ആയിട്ടാണ് ഇതിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബോർഡർലെസ് സാരിയാണ്. ഓൾ ഓവർ ബോഡി ഇതുപോലെ ഒരേ പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പല്ലുമില്ല, റണ്ണിങ്ങിൽ വന്നിരിക്കുന്ന പല്ലുവാണ്. ഇതിനും കുഞ്ചലുണ്ട്. കുഞ്ചലം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു കളയാവുന്നതേ ഉള്ളൂ. ഇതും വിത്തൗട്ട് ബ്ലൗസ് പീസ് ആണ് വന്നിരിക്കുന്നത്. ഇതുപോലെയാണ്. ഇതിപ്പോ ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം. മൗ കളർ വേണമെങ്കിൽ അത് ഇടാം. അതുപോലെ ഈ ബ്രൗൺ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷെയ്ഡ് ഇടാം. ഓരോരുത്തരുടെ താല്പര്യം പോലെ ഏതാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് ഇടാം. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബ്ലൗസ് പീസ് ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 1450. അപ്പൊ ഇന്ന് ഈ കാണിച്ച സാരികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.